ആദ്യം ശ്രീ തോമസ് ഐസക്കിലേക്ക്. ശ്രീ തോമസ് ഐസക്ക്, ഇന്നത്തെ ജന്തർ മന്ദറിൽ നടന്ന സമരം ഒരു മിനി ഇന്ത്യൻ സഖ്യകക്ഷികളുടെ ഒരു പൊതുസമ്മേളനമായി മാറിയോ? ആ അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ തുടക്കമാണോ? അതെ, അവിടെ ഇല്ലാതിരുന്ന ഏക രാഷ്ട്രീയ ശക്തി കേരളത്തിൽ നിന്ന് UDF ആണ്. അത് UDFന്റെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതാണ്. കേരളം മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്ക് നേരെയും BJP സർക്കാർ പ്രതികാര നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ BJPക്കെതിരായ എല്ലാ ശക്തികളും ഒരുമിച്ച് നിൽക്കണ്ടേ? കേരള സർക്കാരിനോട് അവർക്ക് വിമർശനം ഉണ്ടാവും. ആ വിമർശനം വെച്ച് സമരം ചെയ്തോളൂ. പക്ഷെ കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കഴിയണ്ടേ? അപ്പോൾ UDF ഇവിടെ കേരളത്തിൽ പിന്തുടരുന്ന നയത്തിന് സാരമായിട്ടുള്ള ഒരു കുഴപ്പമുണ്ട് എന്ന് ഇന്നത്തെ വിശാല യോഗം, വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, സംസ്ഥാന സർക്കാരുകൾ, അവരുടെയൊക്കെ പ്രതികൾ പങ്കെടുത്തുള്ള ഡൽഹിയിലെ പ്രതിഷേധം തെളിയിക്കുന്നുണ്ട്. പക്ഷേ തോമസ് ഐസക്ക്, ഇതിൽ ED അന്വേഷണത്തിൻ്റെ മുനയിൽ നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. മറുഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ വിഷയം ഒരു ഭാഗത്ത് കിടക്കുന്നു. SFIയുടെ അന്വേഷണം ഏതു ഘട്ടത്തിലെത്തുമെന്ന് നമുക്ക് നിശ്ചയവുമില്ല. അപ്പോൾ ഇത്തവണ സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ പിടിപ്പുകേട് കൊണ്ടും നികുതി പിരിവിലടക്കമുള്ള വലിയ വീഴ്ചകൾ സംഭവിച്ചതുകൊണ്ടുമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്ന് ജനങ്ങളോട് പറയാതെ കണ്ണിൽ പൊടിയിടാനുള്ള സമരം എന്നാണ് പ്രതിപക്ഷം അതിനെ വിമർശിച്ചിരിക്കുന്നത്. പിടിപ്പുകേട് എങ്ങനെ അളക്കണത്, കാര്യക്ഷമത എങ്ങനെ അളക്കുന്നത്, അതിനുള്ള അളവുകോലായിട്ട് നോക്കേണ്ടത് ഇന്ത്യയിലെ നിയമമാണ്. ആ നിയമപ്രകാരം കേന്ദ്രവും സംസ്ഥാനവും 3% വായ്പയെടുക്കാൻ പാടുള്ളൂ. കേന്ദ്രവും സംസ്ഥാനവും വായ്പയെടുക്കുന്ന പണം ദൈനംദിന ചെലവിന് ഉപയോഗിക്കാൻ പാടില്ല. റവന്യൂ കമ്മി 0 കേന്ദ്രത്തിൻ്റെ കമ്മി എത്രയാ? 5.1% അല്ലേ? അത് ഞങ്ങൾ 5.9 നിന്നും 5.1 കുറച്ചു എന്നുള്ള വീമ്പ് കുറച്ചിലല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? 2% കേന്ദ്രത്തിന്റെ റവന്യൂ കമ്മി. എനിക്ക് നിങ്ങൾ പറ, ആരുടെ പിടിപ്പുകേട്? നിയമം രണ്ടുപേർക്കും ഒരേപോലെ ബാധകമല്ലേ? അപ്പൊ കേന്ദ്രത്തിന് ഇഷ്ടം പോലെ എന്തും ചെയ്യാം. സംസ്ഥാന സർക്കാരിൻ്റെയോ കേരളത്തിന് 3% അനുദിനമായ വായ്പയ്ക്ക് ഒരു 2% താഴെ വായ്പ അനുവദിച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കുകയാണ്, ഒരു ഉപരോധം തന്നെ ഏർപ്പെടുത്തുകയാണ്. ഇത് കാണാനുള്ള കണ്ണ് ഇവിടെ കേരളത്തിൽ UDFന് ഇല്ലെങ്കിലോ? സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ കുറിച്ച് പറയേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്, അവരുടെ ധർമ്മമാണ്. അത് ചെയ്തോളൂന്ന്. പക്ഷെ ഈ BJP സർക്കാർ കാണിക്കുന്ന തെമ്മാടിത്തം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് അതിനെ എതിർക്കാനായിട്ട് തയ്യാറാവണ്ടേ? Debate with Arun Kumar.